നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറ്റി കുരുമുളക് കൃഷി വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഉത്തമ മാർഗമാണ് കുറ്റി കുരുമുളക് കൃഷി. കുരുമുളക് കൊടിയുടെ പച്ച നിറം മാറാത്ത പാർശ്വശാഖകൾ ഉപയോഗിച്ച് കുറ്റി കുരുമുളക് തൈകൾ ഉണ്ടാക്കാം. താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്ന സ്വഭാവം ഇത്തരം തൈകൾക്ക് ഇല്ല. മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിൽ കലർത്തി ചട്ടിയിലോ പോളി ബാഗിലോ നിലത്തോ കുറ്റിച്ചെടിയായി വളർത്താം. മെയ് ജൂൺ മാസങ്ങളിൽ കൃഷി ആരംഭിക്കാം. ശാഖകൾ 4-5 മുട്ടുള്ള കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചുവട് ഭാഗം 1000 ppm ഇൻഡോൾ ബ്യൂട്ടിറിക് ആസിഡ് ലായനിയിൽ മുക്കിയ ശേഷം നട്ടാൽ വേഗം വേര് പിടിക്കും. തടത്തിൽ പുതയിടണം. ചെടി പിടിച്ച് തുടങ്ങുമ്പോൾ 15 ഗ്രാം കടലപ്പിണ്ണാക്കും 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഒരാഴ്ച ഇടവിട്ട് ചേർക്കണം. കൂടുതൽ വിളവിനായി 2 ഗ്രാം യൂറിയ, 2.5 ഗ്രാം ഫോസ്ഫറസ്, 4 ഗ്രാം പൊട്ടാഷ് എന്നിവ 2 മാസം ഇടവിട്ട് ചേർക്കണം. ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, ഗോമൂത്രം എന്നിവയും നല്ലതാണ്. ആദ്യത്തെ 2 ആഴ്ചക്കാലം തൈകൾക്ക് ഭാഗികമായി തണൽ ലഭിക്കണം. നീണ്ടു വളരുന്ന തണ്ടുകൾ യഥാസമയം മുറിച്ച് കുരുമുളക് കുറ്റിയായി നിലനിർത്താനും മറക്കരുത്. 2 വർഷമാകുമ്പോൾ ചട്ടി മാറ്റി കൊടുക്കണം. 2ാം വർഷം ഏതാണ്ട് 1/2 കിലോയ്ക്കടുത്ത് പച്ചക്കുരുമുളക് കിട്ടും. നന്നായി പരിപാലിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കും. പന്നിയൂർ, കരിമുണ്ട തുടങ്ങിയ ഇനങ്ങളൊക്കെ ഈ വിധം കുറ്റിച്ചെടിയായി വളർത്താം. ഒരു ചട്ടി കുറ്റി കുരുമുളക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ വളരെ ചെറിയ ചെലവേ വരൂ. ഇങ്ങനെ നമുക്ക് കുറ്റിച്ചെടി വീട്ടുമുറ്റത്ത് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ഇന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.